വിശ്വാസി കുടുംബം. അപ്പനും അമ്മയും ഒരു മകനും അടങ്ങുന്ന ആ കൊച്ചു കുടുംബത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില സുപ്രധാന സംഭവ വികാസങ്ങളിലേക്ക് ഞങ്ങൾ നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. നമുക്ക് തുടർന്ന് കാണാം. ഈ ചെറുക്കൻ ഇതുവരെ എഴുന്നേറ്റില്ലയോ? എടാ മാത്തുക്കുട്ടിയെ, നേരം വെളുത്തു. രാത്രി മുഴുവനും ആ ഫോൺ നോക്കി കിടന്നിട്ട് ഇപ്പൊ എണീക്കാൻ വയ്യ ചെറുക്കന്. എന്റെ അച്ചായ, നിങ്ങൾക്ക് അവനെ ഒന്ന് വിളിക്കാൻ വയ്യായോ? നിങ്ങൾ എന്നെ സ്നേഹിച്ച് വഷളാക്കുന്നേ. അവൻ രാവിലെ തന്നെ തുടങ്ങി. പിന്നെ വിളിച്ചാൽ ഉടനെ എഴുന്നേൽക്കുന്ന ഒരു പുത്രൻ. ആ വിളിക്കണ്ട, ഇങ്ങനെ ഇരുന്നോ. എടാ എഴുന്നേക്കടാ മോനെ മാത്തു, ഒന്ന് എഴുന്നേറ്റ് വാ വേഗം. അതെങ്ങനാ? പ്രാർത്ഥിക്കണമൊന്നുമില്ല, പാടണമൊന്നുമില്ല, തോന്നിയ പോലെ നടക്കുമല്ലേ. എന്റെ ഒരവസ്ഥ. എന്തോ ഒരു കരഞ്ഞു പ്രാർത്ഥിച്ചു വളർത്തിയതാ അവനെ. ഇപ്പൊ ഒരു വക പറഞ്ഞാൽ കേൾക്കത്തില്ല. വാ അച്ചായ പ്രാർത്ഥിക്കാൻ. മോനെ വാടാ, നമുക്ക് പ്രാർത്ഥിക്കാം. മാത്തു വാ ഇങ്ങോട്ട്. ഓ ഈ വയ്യാത്ത എന്നെ ഇട്ട് ഞാൻ അലപ്പിക്കാത്തതാ. ഞാൻ വരുവാ. ആ വാ വേഗം. അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ മാത്തു മാത്തു വിളിക്കല്ല. അയ്യോ മാധുവിന് എന്താണ് ഒരു കുഴപ്പം? നല്ല സൂപ്പർ പേരല്ലയോ? എനിക്കിഷ്ടമല്ല. ആ ഒരു മാക്ക്. നീ ആ പുതപ്പ് അങ്ങോട്ട് മടക്കി വെച്ചേ, എന്നിട്ട് ഇങ്ങോട്ട് വേഗം വന്നേ. എനിക്ക് 100 കൂട്ടം പണിയുള്ളതാ. പാടങ്ങോട്ട്. നീ എന്തുവാടാ പാട്ട് പാടാൻ പറഞ്ഞപ്പോ ഫോണിൽ തോണ്ടുന്നേ? പാട്ട് പാടാനാ ഫോൺ എടുത്തത്. ഫോണിലാണോ പാട്ട്? നിങ്ങൾക്ക് ഈ വേഴ്സ് ഒന്നും അറിയത്തില്ലേ? ഓ ഗോഡ്, ഞങ്ങൾ ഈ ന്യൂ ജനറേഷൻ പിള്ളേരല്ലേ ഇപ്പൊ ഫോൺ നോക്കിയാൽ പാട്ട് പാടും. പിന്നെ ഒരു ന്യൂ ജനറേഷൻ വന്നേക്കുന്നു. പാടങ്ങോട്ട്. പക്ഷികളൊക്കെ അറബിക്കടല് കാണുന്നു. അല്ലാതെ എന്തൊരു പാട്ടായത്? നീ പാടുന്ന കേട്ടാ പേടിച്ചു പോവല്ലോ. അമ്മയല്ലേ പറഞ്ഞ പാട്ട് പാടാൻ. അതിനിങ്ങനെയാണോ പാടുന്നേ? ആ ഇത് ഇഷ്ടപ്പെട്ടല്ലേ വേറെ ഉണ്ട്. ഓ മെടുക്കനല്ലേ, നല്ല പാട്ടങ്ങോട്ട് പാടിക്കേ. എനിക്ക് പെട്ടെന്ന് പോണം, തീരെ ടൈമില്ല. എത്ര തിരക്കാണേലും പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി. ആ ഇനി വേദോസം വായിക്കും മോനെ. നല്ല സ്ഫുടമായി ഉറക്കെ വായിക്കും. മമ്മി എന്ത് ഈ പറയുന്നേ? വീട്ടിലെ ഗ്രഹനാഥനാരാ? അപ്പനല്ലേ? അപ്പനെ വായിച്ചു കൊടുത്തു. എടാ ഞാൻ ഒത്തിരി വായിച്ചിട്ടുള്ള ഇപ്പം പ്രായമൊക്കെ ആയില്ലേ, കണ്ണാടി ഒന്നും വായിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പൊ കണ്ടിരിക്കുന്നത് എന്തുവാ? അതിന് പവറൊന്നുമില്ല. എന്നാലും മോൻ വായിക്കും. എന്നാ മമ്മിക്ക് വായിച്ചു. ഓ എനിക്ക് കണ്ണാടി വെച്ചാലും പാടാ. കണ്ണൊന്ന് പോയി ടെസ്റ്റ് ചെയ്യണം. ആ വായിക്കാം, സങ്കീർത്തനല്ലേ. പിന്നെ അവൻ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. വായിക്ക് ചെറുത് അങ്ങോട്ട്. ദാവീദിന്റെ ഒരു സംഗീതം. എവിടെയായിരിക്കും സംഗീതം? എനിക്ക് മുട്ടുണ്ടായ പച്ച അവനെനിക്ക് അനുഭവിക്കുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ, നീ എന്നോട് ആശ്വസിപ്പിക്കും. എന്റെ ഒക്കെ പിന്നെ ഞാൻ ദീർഘകാലം വസിക്കും. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ആ ഇനി പ്രാർത്ഥിക്കാം. ആദ്യം മാത്രം പ്രാർത്ഥിച്ചു അങ്ങോട്ട്. ഈ കുടുംബത്തിന്റെ ഗ്രഹനാഥം നിർത്ത്. ഗ്രഹനാഥൻ ഞാൻ തന്നെയാ, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ മോൻ പ്രാർത്ഥിക്കും. മോനെ വഴക്കുണ്ടാക്കാതെ പ്രാർത്ഥിക്കടാ. ഓക്കെ. എന്തൊരു പ്രാർത്ഥനയാടാ ഇത്? കൊള്ളാം. ആ ഇനി പപ്പ പ്രാർത്ഥിക്കും. പപ്പ ഒത്തിരി നേരം പ്രാർത്ഥിക്കും, പെട്ടെന്ന് തീർക്കണം. എന്റെ മൂഡ് പോയി. എന്നാ ഓക്കെ, ശരി എന്നാ. ഇവിടെ മാത്തു നീ എങ്ങോട്ടായി ഓടുന്നേ? ഓ ഇന്ന് എനിക്ക് കുറച്ച് അർജന്റ് പരിപാടികളുണ്ട്. അയ്യോ എന്നും നീ ഇത് തന്നെയല്ലയോ പറയുന്നേ? കഷ്ടം തന്നെ. ഇതുപോലത്തെ പിള്ളേരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ മഞ്ഞ കർത്താവേ.
ഓ, ഈ ന്യൂസ് പേപ്പർ മൊത്തം ഇങ്ങനത്തെ ന്യൂസ് ആണല്ലോ, വായിക്കാനും വയ്യ. ആ സ്പോർട്സ് പേജിൽ നോക്കാം. ഇന്ത്യ പാകിസ്ഥാനോട് 100 റൺസിന് പോയിട്ട് കിടക്കുന്നു. എന്റെ പൊന്നച്ചായ, നിങ്ങൾ ഇങ്ങനെ പത്രവും വായിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് അവരെ ഒന്ന് ഉപദേശിച്ചൂടെ? എടി, ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കത്തില്ല. പിന്നെ എങ്ങനെയാ? നമ്മുടെ സഭയിലുണ്ടോ ഇങ്ങനത്തെ പിള്ളേര്? എനിക്കറിയില്ല. എന്റെ കർത്താവേ. ഹലോടാ, നീ എവിടാ? അങ്ങനെ പെട്ടെന്ന് വാ, ഇവിടെ കുറച്ച് സീനാണ്. ഹോ, ഇതുങ്ങളെ ഒരു കുറവൂടെ ഇവിടെ ഉള്ളായിരുന്നു. ഇപ്പൊ എല്ലാം പൂർത്തിയായി. അതിനൊരു അങ്ങനെ ഒരു ജോബ്. ഓ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങും കേട്ടോ. എടാ മാത്തു, നീ എവിടെ പോവാടാ? അയ്യോ ആന്റി, അത് കമ്പൈൻ സ്റ്റഡി ഉണ്ട്, ഒത്തിരി പഠിക്കാനുണ്ട്. ഓ പിന്നെ ഒരു കമ്പൈൻ സ്റ്റഡി. എടാ മാത്തു, പെരയ്ക്കകത്ത് കയറാൻ വീട്ടിലുള്ള സ്റ്റഡിയൊക്കെ മതി. നേരം വെളുത്ത് ചായയും വേണ്ട, വെള്ളവും വേണ്ട, അവനെ ഇറങ്ങിയേ പോവാം. എടാ അളിയ, ഇന്നത്തെ പ്ലാൻ എങ്ങനെ? നമുക്ക് ഒരു കാര്യം ചെയ്താലോ, ഒറ്റ മാടി ലുക്കുമാറി വിട്ടാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ സിനിമയിൽ കൂടെ കയറാം. ഓക്കെ, സെറ്റ് ചെയ്തു. അപ്പൊ ഓക്കെ ആന്റി, see you. അയ്യോ, ദൈവം പോയി. മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ ഇരുന്നോ? മോനെ കുറിച്ച് ഒരു വിചാരം വേണ്ടേ? എടി, നീ എങ്ങനെ എന്നോട് ഈ വഴക്കുണ്ടാക്കുന്നത്? നിനക്കറിയാലോ, ഞാൻ പറഞ്ഞൊന്നും കേൾക്കത്തില്ല. ശ്ശോ, നമുക്ക് ഈ ഗതി വന്നല്ലോ എന്റെ അച്ചായ. വണ്ടി ഓടിച്ച പിള്ളേരെല്ലാം വരട്ടെ, വെയിറ്റ് ചെയ്യും കേട്ടോ. അമ്മാമോ, എന്നാ ഉണ്ട്? ഓ, എന്നാ പറയാനാന്നേ, ഇങ്ങനൊക്കെ അങ്ങ് പോകുന്നു. അതെന്താ ആന്റി ഒരു വിഷമം? ഒന്നുമില്ല പാസ്റ്റർ. പിന്നെ പനിയൊക്കെ ആയിരുന്നു. അതാ ഞാൻ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരാൻ. ആ മോനെ, പ്രാർത്ഥിക്കാം. അതെ, നമ്മുടെ മാത്രം എന്ത് ചെയ്യും? കഴിഞ്ഞിട്ട് കുറെ ആയിരുന്നു. നമ്മുടെ ചർച്ചിലെ കുറച്ച് ഓ, ആൾക്കാരുണ്ട്. ഈ അച്ഛൻ തുടങ്ങി. അത് പിന്നെ പറയാം. പാസ്റ്ററെ, മാത്തുവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അതെന്താണ് മാമേ? എന്തോ പറ്റി? അവൻ ഒരു വക പറഞ്ഞാൽ കേൾക്കുന്നില്ല മാമേ. രാവിലെ ഇറങ്ങി വീട്ടിൽ നിന്ന്. ഓ, അപ്പൊ അങ്ങനെയാ കാര്യങ്ങളല്ലേ? ഞാൻ അവിടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു മടുത്തു പാസ്റ്ററെ. എനിക്കിനി വയ്യ. എന്നിട്ടിപ്പോ ആളെന്ത് ചെയ്യും? ആ, എനിക്കറിയത്തില്ല പാസ്റ്ററെ. എന്റെ പാസ്റ്റർ എല്ലാ ദിവസവും ഇത് അവനെ പരിപാടി. അവനാണെങ്കിൽ പ്രാർത്ഥനയ്ക്കും വരത്തില്ല. നേരെ ഒരുപാടായല്ലോ. മാത്തുവിനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ. അച്ഛനെ ഒന്ന് വിളിക്കവനെ. എവിടെ പോയി കിടക്കുവാണാവോ? ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണേ. ഞാൻ ഒന്ന് വിളിക്കട്ടെ. വരുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അയ്യോ, ദൈവം തിരിച്ചു കൊടുന്നു. മോനെ, അയ്യോ നിന്റെ പാസ്, ഞാൻ വീട്ടിലേക്ക് പോവാം. അപ്പൊ ഓക്കെ, ഞാൻ പറഞ്ഞത് പോലെ പോസ്റ്റ് ആക്കി. മോനെ, ഇങ്ങ് വാടാ. എടാ മാത്തു, ദേ വാസെങ്കിലും നിന്നോടെന്തോ പറയാനുണ്ട്. പാസുകളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോഴാണ് കണ്ടത്. ആ, ഞങ്ങൾ മോനെ കാണാൻ ഇങ്ങോട്ടൊക്കെ വന്നത്. കുറച്ച് നേരമായി വന്നിട്ട്. അല്ലെ പാസ്റ്റർ, അവനിപ്പോ വലിയ ബിസിയാ. വീട്ടിലിരിക്കാൻ പോലും അവന് ടൈമില്ല. അതൊന്നും സാരമില്ല വെച്ചാൽ നമുക്കതൊക്കെ ശരിയാക്കി എടുക്കാം. നമ്മള് കൊച്ചല്ലേ, അവര് പറഞ്ഞാൽ മനസ്സിലാവും. മോൻ ഇങ്ങോട്ട് ഇരുന്നേ.
പിന്നെ എന്നാ ഉണ്ട്, ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഈ പറഞ്ഞ പോലെ 2-3 ആഴ്ചയായിരുന്നു സഭയോഗത്തിന് കണ്ടിട്ട്. എവിടായിരുന്നു? ആ, അങ്ങനെ അങ്ങോട്ട് ചോദിക്കും പാസ്റ്ററെ. അവന്റെ പോക്ക് അത്ര ശരിയല്ല. ഓ, ഈ മമ്മിക്ക് എന്നെ ഒന്ന് സമാധാനത്തിലൊക്കെ ചോദിക്കേ, അവ വന്നതല്ലേ ഉള്ളൂ. ഞാൻ പഠിക്കാൻ പോയതാ മാസ്റ്റങ്ങളെ. പിന്നെ കുറെ കമ്പനി സ്റ്റഡി ഉണ്ടായിരുന്നു ഇന്ന്. ആഹാ, അപ്പൊ ഞായറാഴ്ച കൊടുത്തോളാം. അയ്യോ അങ്ങനെയല്ല മാസ്റ്റർ, ഒത്തിരി പഠിക്കാനുണ്ട്. പിന്നെ കോളേജിലെ അസൈൻമെന്റ്സും എക്സാംസും പിന്നെ എല്ലാം ലേറ്റ് ആയിട്ടാണ് പിന്നെ കിടന്നത്. ആ മോനെ, അതൊക്കെ പോട്ടെ. ഇന്ന് കർത്താവ് വന്നാൽ മോൻ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ? പിന്നെ അതൊക്കെ ചോദ്യം മാസ്റ്റങ്ങളെ. എൻ്റെ പപ്പയും മമ്മിയും വിശ്വാസി, ഞാനും ജനിച്ചപ്പോൾ തൊട്ട് വിശ്വാസി. പിന്നെ സ്വർഗത്തിൽ പോകാതിരിക്കുമോ? മോനെ അങ്ങനെയല്ല, നമുക്ക് തന്നിരിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് മോൻ അല്പം സീരിയസ് ആയിട്ട് കാണണം. മോന് ദൈവവുമായിട്ടൊരു പേഴ്സണൽ ബന്ധം വേണം. പേഴ്സണൽ പ്രേമൊക്കെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി മാസ്റ്ററെ. പിന്നെ നമ്മുടെ ചർച്ചയിൽ ശനിയാഴ്ച ബൈബിൾ സ്റ്റഡി ഒക്കെ ഉണ്ട്. പിള്ളേരൊക്കെ വന്ന് പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മോന് വരണം കേട്ടോ. അമ്മാമോ, ഞങ്ങൾ അവനോടെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയും അവൻ വന്നോളൂ, വിഷമിക്കണ്ട. ആന്റി, എനിക്കത് മതി. അവനൊന്ന് നന്നായി കണ്ടാൽ മതി. ആ സാരില്ല മോനെ, കഴിയല്ല. അവൻ വന്നോളൂ. പാസ്റ്ററെ, അപ്പൊ ഞങ്ങൾ ഇനി അധികം സമയം ഇരിക്കുന്നില്ല. വലിയ കേട്ടോ. 1-2 വീടുകൾ കൂടി പോകാനുണ്ട്. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കും. ഞങ്ങൾ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഹല്ലേലൂയ, അച്ഛനെ അമ്മ ഒന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രത്യേക പ്രാർത്ഥന അനുഗ്രഹിക്കണമേ. ദൈവമേ, അവരുടെ പോകുന്നല്ലോ യേശു പിതാവേ. ആമേൻ, ആമേൻ. എന്നാച്ചേ ഞങ്ങളോട്ട് ഇറങ്ങുവാണ്. അപ്പൊ ശരി പാസ്റ്റർ, നമുക്ക് പിന്നെ കാണാം. അമ്മ പോവാ. ഓക്കെ പാസ്റ്റർ, ഓക്കെ. അയ്യോ മാമേ, നമ്മുടെ ആ ലേഡീസ് മീറ്റിന്റെ കാര്യമെല്ലാം ശരിയാക്കിയായിരുന്നല്ലോ അല്ലേ? ആണ് മാമേ, എല്ലാവർക്കും ഓക്കെ, കാണാം. ശരി ശരി ശരി. എന്തിനാ ഇത്ര ഹല്ലേലൂയ? കുറച്ച് പൊതുവെ പറഞ്ഞോളൂ. ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാ നിന്നെ ഇതുവരെ വളർത്തിയത്. അച്ഛായ, എന്നിട്ട് ഇപ്പൊ ഇവൻ എന്നോട് പറയുന്ന കേട്ടോ? അത് പോട്ടെ, അവൻ വെറുതെ ചോദിച്ചതല്ലേ. പാസ്റ്റർ വന്നപ്പോ എന്നെ ഒന്ന് വിളിക്കാനായിരുന്നു. ഓ, വിളിച്ചു പറഞ്ഞിട്ട് എന്തിനാ? മുങ്ങാനായിരുന്നു. ഓ പിന്നെ അവൻ എങ്ങാണ്ടൊക്കെ കറങ്ങി നടന്നിട്ട് പാതിരാത്രി കയറി വന്നേക്കുന്നു എന്നോട് വഴക്കുണ്ടാക്കാൻ. ഞാൻ ഇനിയും പോയി. എന്നെ പോകണ നീ? ആഹാ, നിന്നെ ഇപ്പൊ ശരിയാക്കില്ല. കൂട്ടുകാരി പിള്ളേരെന്ന് പറഞ്ഞ് കുറച്ച് എണ്ണത്തിന്റെ കൂടെ നടക്കുക രാവും പകലും. കണ്ടോ കണ്ടോ, കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോ അടിക്കുന്നുണ്ട് കിണ് കിണ്. അച്ഛാ, നിങ്ങൾക്ക് ആ ഫോൺ ഒന്ന് തല്ലി പൊട്ടിച്ചൂടെ? പപ്പ അതെങ്ങനെ? കാശ് കൊടുത്ത് വാങ്ങിയ സാധനമല്ലേ? കൊള്ളാം കൊള്ളാം. ഞാൻ മാത്രം വീട്ടിൽ കിടന്ന് പ്രാർത്ഥിക്കുക ചെറുക്കൻ നന്നാവാൻ. കർത്താവേ, എന്നെ അങ്ങ് എടുത്തേക്ക്. എടാ, ഞാൻ ഇപ്പോഴാണ് മെസ്സേജ് കണ്ടത്. ഇവിടെ കുറച്ച് തിരക്കായിരുന്നു. എടാ, നാളെ എങ്ങനെ പോകുന്നുണ്ടോ? നാളെ എല്ലാവരും വരുന്നുണ്ടോ? അമ്മയൊക്കെ വരുന്നുണ്ടോ നാളെ ക്ലാസ്സിൽ? എടാ മാത്യു, എന്നൊക്കെയുണ്ട്? എടാ ചേട്ടൻ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ അവിടെ നിന്നിട്ട് വിശേഷം? ഒന്നുമില്ലടാ, ഞാൻ ചർച്ചിലെ പ്രാക്ടീസ് കഴിഞ്ഞ് പോകുന്ന വഴി ഇങ്ങോട്ട് കയറിയതാ. ഓ, പ്രാക്ടീസിന് വേണ്ടി വരുവാണോ? എല്ലാവരും വന്നായിരുന്നോ? പിന്നെ എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? ക്ലാസ്സൊക്കെ കുഴപ്പമില്ലടാ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എടാ പിന്നെ നീ ഈ ചർച്ചിൽ വരണം കേട്ടോ. ഒത്തിരി നാളായില്ലേ നമ്മൾ ഒരുമിച്ച്. ആ പഴയ കാലമൊക്കെ ഓർക്കുമ്പോൾ എന്ത് സന്തോഷമായിരുന്നു, സൺഡേ സ്കൂളൊക്കെ. ഞാൻ വരാടാ. എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയടാ. ഞാൻ വരാൻ നോക്കാടാ. ഓക്കെടാ. ഓക്കേടാ, ഓക്കെ. എടാ, വീഡിയോ കൊല്ലിക്കോ. ഇവിടുത്തെ സൈഡിലൂടെ വരുന്നു. കൊല്ലി കൊല്ലി കൊല്ലി. ആരും നമ്മളെ കൊല്ലാൻ വരുന്നില്ല. അവനെ അടിച്ചതാ. നിങ്ങൾക്ക് എന്തിനാ ശർക്കര ഉറങ്ങിക്കൂടെ? എടാ, അവനെ കൊല്ലടാ. അവൻ വരുന്നതാ. കൊല്ലി. ഓ, ഇതാണോ? അത് വേറെ ആരുമല്ല, നമ്മുടെ മോൻ തന്നെ. പേടിക്കണ്ട, അവൻ പബ്ജി കളിക്കുക.
ഞാനിത് സ്ഥിരം കേൾക്കുന്നതാ. എന്തൊക്കെയാണോ ഇപ്പോഴത്തെ പിള്ളേരെ. Hey Siri, wake me up at 11 a.m. Good night. തിരിച്ചറിവുകളുടെ ആ രാത്രി അത് മാത്തുവിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ രാത്രി അന്ന് എന്താണ് സംഭവിച്ചത് നമുക്ക് കാണാം. അമ്മേ, കാപ്പി. അമ്മേ, ഇതിവരെ എവിടെ പോയ പിന്നെ ആരാധനയ്ക്ക് വല്ലതും പോയതാണ്. ഈ വെളുപ്പന്നാൽ തന്നെ പിന്നെ ആരാധന. എന്നാലും ഒരു പിടിയും കിട്ടുന്നല്ലോ. മമ്മി, പപ്പാ, നിങ്ങളെവിടാ? ഓ, ഇവരാരും കോൾ എടുക്കാത്ത. പപ്പയും മമ്മി കോളും എടുക്കുന്നില്ല. ഈ പാസ്റ്റർ ജോലി എന്താ കോൾ എടുക്കാത്ത? ഇനി ഇവരെവിടെയും പോയേക്കുവാണ്. ഇനി കർത്താവെല്ലാം വന്നു. എന്റെ ദൈവമേ, എന്തായാലും അഭിയെ വിളിച്ചു നോക്കാം. എന്നോടാ കേക്കാവോ? എടാ, അപ്പൊ നീ പോയില്ലേ? എടാ, ഇവിടെ പപ്പയും മമ്മിയും കാണുന്നില്ല. എടാ, ഉറപ്പാ കർത്താവ് വന്നു. ഞാനും പോയില്ല, നീയും പോയില്ല. ഇല്ല, ഞാൻ എല്ലായിടത്തും നോക്കി. ആ ജോയിലും പാസ്റ്ററും ഒന്നും കോൾ എടുക്കുന്നില്ല. എടാ എടാ ശരി എന്നാ. ഞാൻ ഇനി എന്തായി? കർത്താവേ, പപ്പയും പോയി, മമ്മിയും പോയി, എൻ്റെ കൂട്ടുകാരും പോയി. ഞാൻ മാത്രം ഇങ്ങനെ. എനിക്കൊരു അവസരം കൂടെ തരണേ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര നേരമായിട്ട് അവൻ എഴുന്നേറ്റിട്ടില്ല. ഫോൺ കുത്തി കിടന്നതാണ്. ഞാനൊന്ന് പോയി നോക്കട്ടെ. എടാ മാത്തുവേ, മാത്തു, ഇതെന്തിനാ കിടന്ന് കരയുന്നേ? മാത്തുവേ, മമ്മി, മമ്മി, പപ്പ, പപ്പയ്ക്ക് എന്ത് ചെയ്യേ? അയ്യോ ഇവിടെ ഉണ്ടടാ. എന്റെ അച്ഛനെ നിങ്ങൾ ഓടി വന്നേ. മോനെ, നിനക്ക് എന്നാ പറ്റിയടാ? ആകെ വീർത്തല്ലോ നീ. മമ്മി, ഞാനൊരു സ്വപ്നം കണ്ടതാ. കർത്താവ് വന്നു, നിങ്ങളെല്ലാരും പോയി, ഞാൻ മാത്രം പോയില്ല. ഞാൻ ദൈവത്തോട് ഒത്തിരി ക്ഷമ ചോദിച്ചു കരഞ്ഞു. ആ, സ്വപ്നം കണ്ടപ്പോ മോന് ബോധം വെച്ചു. ഇതാ നിന്നോട് ഞങ്ങൾ കുറെ നാളായിട്ട് പറയുന്നത്. ഇങ്ങനൊന്നും നടന്ന മോൻ രക്ഷപ്പെടുത്തില്ല. ഇപ്പോഴെങ്കിലും മോന് മനസ്സിലായല്ലോ. അത് പപ്പ, എനിക്ക് എന്റെ തെറ്റുകളെല്ലാം മനസ്സിലായി. ഞാൻ ഇങ്ങനെ പോയ കർത്താവിന്റെ വരകൾ എടുക്കപ്പെടില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് ക്ഷമിക്കണം. കർത്താവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. മോനെ, ഇനി ഞങ്ങൾ പറയുന്നതൊക്കെ നീ കേൾക്കണം കേട്ടോ. അതെ പപ്പ, മമ്മി, ഇനി മുതൽ എനിക്ക് നന്നായി ജീവിക്കണം. ഒരു ദൈവവേദനായി. നിങ്ങൾ ഈ കണ്ടത് ഒരു സ്വപ്നമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്നാൽ ഇതൊരു സ്വപ്നമല്ല. നാളെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മാധുവിനെ പോലുള്ള വ്യക്തികളെയോ ഇത്തരത്തിലുള്ള കുടുംബങ്ങളെയോ നിങ്ങൾ ജീവിതത്തിൽ പലകുറി കണ്ടിട്ടുണ്ടാവും. വചനത്തിലെ ചില സത്യങ്ങൾ നമ്മത്തിൽ ചാലിച്ച് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്നാൽ ഒന്ന് ഓർക്കുക, ഇവ ചിരിച്ചു തള്ളാനുള്ളവയല്ല. വചനം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു:
ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട് എന്ന് രക്ഷിതാവായ ദൈവം നമ്മോട് പറയുന്നു. രക്ഷയും പുനരുദ്ധാനവും ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനവും വ്യക്തിപരമാണ് എന്ന് വചനം നമ്മെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്ന ഈ കാലയളവിൽ നാഥന്റെ കാഹളം കാതുകളിൽ കേൾക്കാൻ സമയമായി എന്ന ലോക സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ആ വരവിൽ നാമും കാണണം. അതിനായി നമുക്ക് ഒരുക്കി കാത്തിരിക്കാമെന്ന ആഹ്വാനത്തോടെ ഞങ്ങൾ